ഹലോ മച്ചമരെ എസ് വി ന്യൂസിലേക്ക് സ്വാഗതം. 2024 നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഏറിയ പങ്കും ആരാധകരും പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ഇക്കുറിയും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുക്കില്ല എന്നുള്ളതാണ്. മമ്മൂട്ടി ആണ് ഏറ്റവും അർഹൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും മനസ്സിലെ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് തന്നെയാണ് എന്നുള്ളതും അറിയാം. അത് ഈ 2024 ഇതിന് മുന്നോട്ടുള്ള ഏത് വർഷമെടുത്താലും അങ്ങനെ തന്നെയാണ് ഏറെയും പങ്ക് ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മമ്മൂട്ടിയുടേതായി 2024 പരിഗണിക്കപ്പെടേണ്ടത് 2024 3 സിനിമകളാണ്. 1 പുഴു, 2 നൻപകൽ നേരത്ത് മയക്കം, 3 റോഷാക്ക്. ഈ 3 സിനിമകളിലെയും പെർഫോമൻസ് വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങൾ പുലർത്തിയിരിക്കുന്നത് മമ്മൂട്ടി മാത്രമാണ് എന്നുള്ളതാണ്. ശക്തമായ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല സിനിമകളും ഉണ്ടാകാം. പക്ഷേ ഒരേ ആൾ തന്നെ 3 സിനിമയിൽ വ്യത്യസ്തത വരുമ്പോൾ തീർച്ചയായും നമുക്ക് പറയാം ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇവിടെ ഏറിയ പങ്കും ആരാധകർ പറയുന്നു ഇക്കുറിയും മമ്മൂട്ടിക്ക് ലഭിക്കില്ല. അവർ പറയുന്ന കാര്യം കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളതാണ്. BJP ഗവൺമെൻറ് ഉള്ളപ്പോൾ ഒരിക്കലും ലഭിക്കില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടാതായിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായിരുന്നു. 2000 മുന്നേ ആണ് 1999 അവസാനമായി മമ്മൂട്ടിക്ക് 3ാമത്തെ നാഷണൽ അവാർഡ് കിട്ടുന്നത്. അന്ന് BJP ഗവൺമെൻറ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, മമ്മൂട്ടി എന്ന നടനെ രാഷ്ട്രീയവൽക്കരിച്ച് മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. ഏറിയ പങ്കും ജനങ്ങൾ വിശ്വസിക്കുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. മമ്മൂട്ടി മൊത്തം 16 തവണയാണ് ഫൈനൽ റൗണ്ടുകളിൽ നാഷണൽ അവാർഡിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. 1981 മുതൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നാഷണൽ അവാർഡ് പട്ടികയിൽ വന്നിരുന്നു. ഏകദേശം 2018 വരെ 30ഓളം സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ നോമിനേറ്റ് ചെയ്തത്. ഇന്ന് 2024 അപ്പോൾ അതിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ 16 തവണ അദ്ദേഹം ഫൈനൽ റൗണ്ടുകളിൽ എത്തിയപ്പോൾ 3 തവണയാണ് അദ്ദേഹം വിജയിച്ചത് എന്നുള്ളതാണ്. 3 പ്രാവശ്യം നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. 1981 അഹിംസ എന്ന സിനിമ ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡിന് എടുക്കുക ഉണ്ടായി എന്നുള്ളതാണ്. ഇനി നിറക്കൂട്ട് 1985, അടിയൊഴുക്കുകൾ 1984, യാത്ര 1985, തനിയാവർത്തനം 1987 ആ ചിത്രം, ന്യൂഡൽഹി 1987, ഒരു വടക്കൻ വീരകഥ 1989, അതുപോലെ മതിലുകൾ, അമരം 1991 മതിലുകൾ. അത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഓരോ മലയാളിക്കും വലിയ മുറിവുണ്ടാക്കുകയും ചെയ്ത ഒരു അവാർഡ് നൽകാത്ത ഒരു കാര്യമായിരുന്നു എന്നറിയാം. സ്വാതികരണം എന്ന തെലുങ്ക് കന്നഡ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് നാഷണൽ അവാർഡിലേക്ക് അത് നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. സൂര്യമാനസം, പപ്പയുടെ സ്വന്തം അപ്പൂസ്, വിധേയൻ, പൊന്തൻമാട, സുഹൃതം 1994 അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തിരുന്നതാണ്. ഭൂതക്കണ്ണാടി 1997, അംബേദ്കർ 2000 ആണ് വന്നത്. 1999-2000 അദ്ദേഹത്തിന് അവസാനമായി 3ാമത്തെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. പിന്നീടുള്ള ഈ 24 വർഷങ്ങളും കോൺഗ്രസും BJPയും ഭരിച്ചെങ്കിൽ എങ്ങു നിന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ ഭൂരിഭാഗം കമൻസിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് BJP ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ വന്ന, അതായത് 2000 ശേഷം അല്ലെങ്കിൽ 2000 വന്ന സിനിമകൾ നോക്കിയാൽ നമുക്കറിയാം ഡാനി, അതേപോലെ തന്നെ കാഴ്ച 2024, കറുത്ത പക്ഷികൾ 2006, കയ്യൊപ്പ് 2007, അതേപോലെ ഈ പറഞ്ഞ പോലെ ഒരേ കടൽ 2007, പലേരി മാണിക്യം 2009, 2009 തന്നെ കുട്ടിസ്രാങ്ക് എന്ന സിനിമയും, അതേപോലെ പഴശ്ശിരാജ. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു 2009 നമ്മൾ കാത്തിരുന്നത്. തീർച്ചയായും മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് ലഭിക്കും എന്നുള്ളത്. അതും കൂടാതെ 4ാമത്തെ സിനിമ ലൗഡ് സ്പീക്കറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് 2014 മുന്നറിയിപ്പ്, പത്തേമാരി 2015, പേരൻപ് 2018. തീർച്ചയായും അർഹമായ മറ്റൊരു അവാർഡ് തന്നെയായിരുന്നു. ഒരു കോംപ്രമൈസോ അല്ലെങ്കിൽ ഒരാളോ അതിന് പിന്തുണയ്ക്കില്ല എന്ന് വിചാരിക്കുന്നില്ല. പേരൻപിലെ പ്രകടനം തീർച്ചയായും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡിന് അർഹമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന പല സിനിമകളിലും നമ്മൾ കാണുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഇക്കുറിയും മമ്മൂട്ടി തന്നെയാണ് പൂർണ്ണമായും അർഹൻ എന്നുള്ളത് നമ്മൾ ഓരോ വ്യക്തിക്കും അറിയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇത് വേറൊന്നുമല്ല, സൗത്ത് ഇന്ത്യൻ എന്നുള്ള ലേബലും മലയാളി എന്നുള്ള ലേബലും തന്നെയാണ്, അല്ലാതെ ജാതിയോ മതമോ ഒന്നുമായിട്ട് തോന്നുന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ മമ്മൂട്ടിക്ക് തീർച്ചയായും 5-6 നാഷണൽ അവാർഡ് വേണ്ട, ഒരെണ്ണമെങ്കിലും കിട്ടിയേനേയും എന്നുള്ളതാണ്, 3 കൂടാതെ എന്നുള്ളതാണ്. അതിനുശേഷമുള്ള കഴിഞ്ഞ 10 വർഷത്തിലെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണെങ്കിലും കിട്ടിയില്ലെങ്കിലും അതിനു മുമ്പ് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ ഇക്കുറി പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ആർക്കും കണ്ണടയ്ക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ. മറ്റൊരു കാര്യം, വിചിത്രമായൊരു കാര്യം, പലപ്പോഴും ഇതിലെ ജൂറി അംഗങ്ങൾ മലയാളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. എന്നിട്ട് പോലും അവർ തള്ളുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ശ്രീകുമാരൻ തമ്പി
തന്നെ പറയുന്ന ഒരു കാര്യം, വടക്കൻ വീരഗാഥയും ഒപ്പം മോഹൻലാലിൻ്റെ സിനിമകളും വന്നപ്പോൾ അന്ന് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ബാക്കിയുള്ളവർ ഒരു വോട്ടിൻ്റെ പേരിൽ മമ്മൂട്ടിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകളുമൊക്കെ നമ്മൾ കേട്ടിരുന്നതുമാണ്. അതേപോലെ തന്നെ മലയാളത്തിൽ ഇന്ന് നമുക്കറിയാം പ്രിയദർശൻ, മേജർ രവി തുടങ്ങിയവരാണ് ഈ ജൂറിയിലുള്ള, എന്നിട്ട് പോലും മലയാളത്തിലേക്ക് ഒരു നാഷണൽ അവാർഡ് വരാൻ അവർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ രാഷ്ട്രീയമായിരിക്കാം, ഒരു പക്ഷേ മറ്റുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരു കാര്യം, ഇതിപ്പോൾ BJP വന്നാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും കേന്ദ്രത്തിൽ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കൊടുത്തിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, വേറൊന്നുമല്ല, ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ലോബി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് സൗത്ത് ഇന്ത്യയിലുള്ള നടന്മാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ള, പ്രത്യേകിച്ച് മലയാളത്തിലെ നടന്മാർക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഇനിയും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കമലഹാസനും മമ്മൂട്ടിക്കുമൊക്കെ നാഷണൽ അവാർഡ് കൊടുത്താൽ ഒരു പക്ഷേ അമിതാഭ് ബച്ചൻ്റെ മുകളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാകുമെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പല വട്ടമായിട്ട് നമ്മൾ കണ്ടു. ഒരിക്കൽ തിലകന് അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു പെരുന്തച്ചൻ, അന്ന് ലഭിച്ചിരുന്നത് അമിതാഭ് ബച്ചന് തന്നെയാണ്. പെരുന്തച്ചനിലെ ആ അഭിനയം വെച്ച് നോക്കുമ്പോൾ എത്ര ഗംഭീരമാണ് അമിതാഭ് ബച്ചൻ്റെ അഭിനയം എന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമല്ലായിരുന്നു എന്നുള്ളത്. മറ്റൊരിക്കൽ മോഹൻലാലിന് ലഭിക്കേണ്ട അവാർഡായിരുന്നു അമിതാഭ് ബച്ചന് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് ഭ്രമരം പോലെയുള്ള സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മോഹൻലാലിനെ മാറ്റി ഈ പറഞ്ഞ പോലെ തന്നെ അമിതാഭ് ബച്ചന് കൊടുക്കുന്ന വിചിത്രമായ അവാർഡ് ദാനവും നമ്മൾ കണ്ടു. മറ്റൊരിക്കൽ പലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് മമ്മൂട്ടിക്ക് കിട്ടേണ്ടപ്പോൾ പാ എന്ന സിനിമയ്ക്ക് അമിതാഭ് ബച്ചന് കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടു. അപ്പോൾ തീർച്ചയായും അതിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്, വേറെ ഒന്നുമല്ല, നോർത്ത് ഇന്ത്യയിലുള്ള നടന്മാർക്ക് കിട്ടുന്നതിൻ്റെ മുകളിലേക്കുള്ള അവാർഡുകൾ കിട്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ലഭിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ 2ഉം 3ഉം അവാർഡല്ല, 10ന് മുകളിലുള്ള നാഷണൽ അവാർഡായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അവർ അർഹരായിരുന്നു. ഓരോ വട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മമ്മൂട്ടിയും മോഹൻലാലും നേടേണ്ട നാഷണൽ അവാർഡുകളായിരുന്നു എന്നുള്ളതാണ്. ചില വിചിത്രമായ നാഷണൽ അവാർഡ് ചടങ്ങുകളും നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കാര്യത്തിൽ അമരം എന്ന സിനിമ 100% 101% നാഷണൽ അവാർഡിന് അർഹമായിരുന്ന സിനിമയിൽ പറഞ്ഞത് അരയന് സൗന്ദര്യം കൂടിപ്പോയി എന്നുള്ള ഒറ്റക്കാര്യമായിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു അന്ന് അവാർഡ് നിഷേധിക്കാനുള്ള ഏക കാര്യമായി നമ്മൾ അന്ന് അറിഞ്ഞിരുന്നു. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ആയിരിക്കാം, പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും അല്ലെങ്കിൽ അന്നത്തെ കേൾവികളും ഇന്ന് സോഷ്യൽ മീഡിയയിലും കേൾക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പറയാം കമൻസിലൂടെ, രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ BJP ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ഏത് പാർട്ടി വന്നാലും മമ്മൂട്ടിക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് ചാനലുകളിൽ നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള രാഷ്ട്രീയവൽക്കരിച്ചുള്ള കമൻറ്റുകൾ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്തിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായും ഒരു കലാകാരന് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അയാൾക്ക് വ്യക്തിപരമായി അയാളുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും ആ കലയിൽ അങ്ങനെ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. ഇതിനകത്തിൽ പേരൻപ് പോലെയുള്ള സിനിമ നമുക്ക് വിചിത്രമായി തോന്നുന്നു, അല്ലെങ്കിൽ പഴശ്ശിരാജ 2009 അല്ലെങ്കിൽ കുട്ടിസ്രാങ്ക്, പലേരി മാണിക്യം ഇതെല്ലാം ഇറങ്ങിയപ്പോൾ തീർച്ചയായും അത് മമ്മൂട്ടിക്ക് ലഭിക്കേണ്ട സിനിമയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിൽ ഫൈനൽ റൗണ്ടിൽ വന്ന പലേരി മാണിക്യത്തെ പോലും മാറ്റിയാണ് അന്ന് അവാർഡ് നൽകിയത് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒന്ന് കടന്ന് ചിന്തിക്കുക, കഴിഞ്ഞ 10 വർഷമല്ല അതിനുള്ള മുമ്പുള്ള 10 വർഷമോ 12 വർഷമെടുത്താലും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ കുറി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വട്ടവും അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് ഉള്ള നടൻ മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.